മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പുതിയ മേൽനോട്ട സമിതിയുടെ പരിശോധന നാളെ നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാർ ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായി നിയമിച്ച പുതിയ 7 അംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധനയ്ക്കായി എത്തുന്നത്. കാലവർഷത്തിന് മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ടിൽ ആവശ്യമായ പരിശോധന നടത്തേണ്ടത് പുതിയ സമിതിയാണ്. തമിഴ്നാട് പ്രതിനിധികളായ ജലവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മണിവാസകൻ, കാവേരി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ, കേരള പ്രതിനിധികളായ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ പ്രിയേഷ്, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷണ ഉദ്യോഗസ്ഥൻ, ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നിവരും സംഘത്തിൽ ഉൾപ്പെടുന്നു. കാലവർഷത്തിനു മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ടിൽ ആവശ്യമായ പരിശോധന നടത്തേണ്ടത് പുതിയ സമിതിയാണ്. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് സമിതി എത്തുന്നത്. അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന, ബേബി ഡാം ബലപ്പെടുത്ത വിഷയങ്ങൾ എന്നിവ സന്ദർശന ശേഷം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ജൂൺ 13-നാണ് അണക്കെട്ടിൽ മേലോട്ട് സമിതി പരിശോധന നടത്തിയത്. 113.2 അടിയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ്. രാവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തുന്ന സംഘം ഉച്ചയ്ക്ക് ശേഷം കുമളിയിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. ഇടുക്കി വിഷൻ, കുമളി.